23-ാം തീയതിയോടുകൂടി നോമിനേഷൻ കൊടുത്ത് പൂർത്തീകരിക്കുന്ന സമയത്താണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയുമായ ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇതേവരെ ഉണ്ടായില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൊടുങ്ങല്ലൂർ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ക്ഷണമനുസരിച്ച് ഗുരുവായൂർക്ക് വരുന്നത് എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ ഇതിനു മുൻപ് ഇതേപോലെ പല പ്രസ്താവനകളും നടത്തി കുപ്രസിദ്ധി ആർജിച്ചുള്ള ഒരാളാണ്. പക്ഷേ ആ ഒരു പ്രസ്താവന അതിനപ്പുറത്തുള്ള മാനം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മീരാനന്ദയുടെ ജ്ഞാനോദയത്തിൻ്റെ തിരസ്കാരങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്തെ ദൈവവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് തന്ത്രത്തെക്കുറിച്ചാണ് അവർ അതിൽ പറയുന്നത്. അപ്പോൾ അതിനെയാണ് നിക്കി കെഡി എന്ന് പറയുന്ന ഒരാൾ അഭിനവ മതരാഷ്ട്രീയം, ഈ ഇത്തരത്തിലുള്ള ഓരോ രാജ്യത്തെയും ദൈവത്തിൻ്റെ മറവിൽ നിന്നിട്ട് ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട്, അത് നമ്മൾ രാമക്ഷേത്രത്തിൻ്റെ സംഭവത്തിൽ കണ്ടു. 24-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജഗന്നാഥൻ്റെ കാര്യം മോഡി ഉപയോഗിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ദൈവവൽക്കരണം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ ദൈവവൽക്കരിക്കുക. അപ്പോൾ ഇതിനു മുൻപ് റെയ്നാൾഡ് നിബു എന്ന് പറയുന്ന ഒരാൾ സാമ്രാജ്യത്വങ്ങളുടെയും ഘടനാപരമായൊരു ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ അയാൾ അന്ന് തന്നെ, ഇപ്പോഴല്ല, അത് വളരെ മുൻപേ തന്നെ പറയുന്ന കാര്യമുണ്ട്, ഇനി സാമ്രാജ്യത്വങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ദൈവങ്ങൾ ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ലോകം മുഴുവൻ പുതിയ ആൾദൈവങ്ങളുടെ പരമ്പരയാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു അമൃതാനന്ദമയി അതേപോലെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്താണെന്ന് നമ്മൾ ലോകം മുഴുവൻ തന്നെ പല നമ്മൾ കേൾവിയില്ലാത്ത ആൾദൈവങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാവുകയും മനുഷ്യരെ അങ്ങോട്ട് ആട്ടി തെളിയിക്കുന്നൊരു പ്രതിഭാസം ഉണ്ടാവുകയാണ്. അപ്പോൾ BJPയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെ ദൈവവൽക്കരിക്കുക, മതവൽക്കരിക്കുക എന്ന് പറയുന്ന മതരാഷ്ട്ര സങ്കല്പത്തിലേക്കാണ് അതിൻ്റെ പോക്കുണ്ടാവുന്നത്. അപ്പോൾ ഇത് ഒന്ന് നിയമവിരുദ്ധമാണ്. അദ്ദേഹത്തിന് നോമിനേഷൻ പോലും യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പാടില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് നോംസ് ആൻഡ് കോഡ്സിൽ തന്നെ മതം, ദൈവം, അതേപോലെ തന്നെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ചട്ടലംഘനമാണെന്ന് പറയുന്ന പ്രശ്നം നിലനിൽക്കുന്ന സമയത്താണ് ഒരു ആൾ കേസ് കൊടുത്തതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തതിന് ശേഷം ഞാൻ ഇത് തന്നെ ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉത്തരേന്ത്യയിലൊക്കെ ഇത് സ്ഥിരമായ പ്രതിഭാസമാണ്. ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രതിഭാസമായി പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ അപ്പസ്തോലനായിട്ട് മാറുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ളൊരു മണ്ണുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ അപകടകരമായി കാണുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അങ്ങനെ പോകാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം, ഒരു പരിസരം അവർ ഒരുക്കിയെടുക്കുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇപ്പോഴും എന്തൊക്കെ പരിമിതി ആരൊക്കെ പറഞ്ഞാലും ഒരു പച്ചത്തുരുത്താണ്. ഈ വൈലോപ്പിള്ളി പറയുന്നൊരു കാര്യമുണ്ട്, നാനാജാതി മതസ്ഥർക്കും ഏകനാഗം തീർത്തൊരു കേരളമേ, പൂക്കളം ഒന്നിൽ പൂനിര പോലെ മനുഷ്യരിങ്ങനെ തിങ്ങിപ്പാർക്കുന്ന, പൂക്കളം ഒന്നിൽ പൂനിര പോലെ, അത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത മനോഹാരിത, വൈവിധ്യങ്ങൾ ഇണചേരുമ്പോൾ വലിയൊരു നേട്ടം ഉണ്ടാകും എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള ആ ഒരു കൾച്ചറാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ പൂക്കളം ഒന്നിൽ പൂനിര പോലെ ഒന്നിച്ച് മനുഷ്യർ തിങ്ങിപ്പാർക്കുകയും ജീവിക്കുകയും ഇപ്പോഴും ഉത്തരേന്ത്യ പോലെ അന്യമായി നിൽക്കുന്ന, വളരെ ഒരു തലശ്ശേരിയോ അല്ലെങ്കിൽ വിഴിഞ്ഞോ അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ വർഗീയ കലാപങ്ങളുടെ അതിന് സ്ഥാപനവൽക്കരണം എന്ന് പറയുന്ന, ജോൺ ബ്രാസ് പറയുന്നൊരു സംഭവമുണ്ട്, ഈ വർഗീയ കലാപങ്ങളുടെ സ്ഥാപനവൽക്കരണം എന്ന് പറയുന്നൊരു പ്രക്രിയയിലൂടെയാണ് ഉത്തരേന്ത്യ മുഴുവൻ തന്നെ അവർ വേരോട്ടം ഉണ്ടാക്കിയത്. ഗുജറാത്ത് കലാപം, അതിനുശേഷം മോഡിയുടെ വരവ്, 19-ലെ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും UPയിലെ പല കലാപങ്ങൾ, ആ കലാപത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇലക്ഷൻ വിജയിച്ചു പോകുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ കേരളം പോലും സ്ഥലത്ത് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുമ്പോഴാണ് അതിനുള്ള പരിസരം ഒരുക്കലാണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത്. ഈ പന്തളത്തെ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം നമ്മൾ കണ്ടത് പിന്നീട് കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ 21 വരെ നീണ്ടു നിന്ന സന്യാസിമാരുടെ ഒരു യാത്ര, ശ്രീനാരായണ ഗുരു അങ്ങ് മംഗലാപുരത്ത് സ്ഥാപിച്ച ആ ക്ഷേത്രമുറ്റത്തു നിന്നാണ് തുടങ്ങിയത് അവർ. അപ്പോൾ അതിൽ പറയുന്ന അഭിനവ കേരളമല്ല, പ്രാചീനമായ സുന്ദര കേരളം, പ്രാചീന കേരളമാണ് വേണ്ടത് എന്ന് പറയുന്ന പരസ്യ മുദ്രാവാക്യമാണ് സന്യാസിമാർ വെച്ചത്. അഭിനവ കേരളമല്ല, പ്രാചീന കേരളം, അതൊരു സുന്ദര കേരളമായിരുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ച് ഒക്ടോബർ 7 മുതൽ 21 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വരെ ഒരു യാത്ര. അതിനുശേഷമാണ് നമ്മുടെ പുരാണങ്ങളിലോ നമ്മുടെ ഏതെങ്കിലും കേരളത്തിൻ്റെ ചരിത്രവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തിരുനാവായയിൽ
കുംഭമേള നമ്മുടെ ചരിത്രമായിട്ടൊന്നും യാതൊരു ബന്ധമുള്ള ഒരു സംഭവമല്ല. കേരളത്തിൻ്റെ ഈ ഹിന്ദു ഐഡിയോളജി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് പോലും കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനത്തെ ഒരു വിശ്വാസ സംഭവങ്ങളൊന്നുമില്ല. തിരുനാവായലാകെ മാമാങ്കത്തിൻ്റെ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് പരസ്പരം കൂട്ടിയിണക്കിയിട്ട് ഈ നേരത്തെ പറഞ്ഞൊരു മതരാഷ്ട്രീയത്തിൻ്റെ തലങ്ങളിലേക്ക് ഇനി 45 ദിവസം അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും 45 ദിവസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെയും കൊണ്ട് നിന്നില്ല. തിരുനാവായയിൽ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ ഹിന്ദു ഏകതാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർവ്വസ്ഥലങ്ങളിലും. അതിൻ്റെ വർഗീയവൽക്കരണം എന്ന് പറയുന്നത് അത് നേരിട്ട് RSSുമായിട്ടൊന്നും ബന്ധമില്ലാത്ത, ഇതിൻ്റെ അപകടങ്ങളൊന്നും വേണ്ടത്ര മനസ്സിലാക്കാത്ത റിട്ടയർഡ് അധ്യാപകർ, അതുപോലെ സമൂഹത്തിൽ ആ പ്രദേശങ്ങളിലൊക്കെ ഇത്തിരി അംഗീകാരമുള്ള ആളുകളെയൊക്കെ തന്നെ അതിൻ്റെ ഭാരവാഹിയൊക്കെ വെച്ചുകൊണ്ട് അവരെയും കൂട്ടിയിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോവുകയും നമ്മൾ ഹിന്ദുക്കളെന്ന് പറയുന്ന ഒരു മണ്ണുരുക്കം ഇതിൻ്റെ ഭാഗം കൂടി നടക്കുന്നുണ്ട്. ശശികല മുൻപേ തന്നെ ഇത്തരത്തിലുള്ള വിഷപ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച സ്ത്രീയാണ്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട കാര്യമായിട്ടല്ല, നമുക്ക് പതുക്കെ ആമ തല നീട്ടുന്നത് പോലെയുള്ളൊരു ഏർപ്പാടുകളുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ അപകടം ഒരു ഗുരുവായൂർ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു പ്രഖ്യാപനം എന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് പരിചയമില്ലാതിരുന്ന കേരളത്തിൻ്റെ മതേതര ചട്ടക്കൂട്, ജനാധിപത്യ ചട്ടക്കൂട്, അതിനൊക്കെ പലതരത്തിലുള്ള വിള്ളലും വീഴ്ചയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ എന്നേക്കുമായി നക്കി തോർത്തി, അഗ്നിനാവ് കൊണ്ട് ഇതിനെ നക്കി തോർത്തിയിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിലേക്ക് പോലെ പരസ്പരം തമ്മിലടിക്കുന്ന, ജാതിയും മതവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത രൂപത്തിലേക്ക് അതിനെ ഭിന്നിപ്പിക്കുന്ന, അങ്ങനെ ഭിന്നിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്കിവിടെ വേരറയ്ക്കാൻ പറ്റൂ. അങ്ങനെയാണ് ക്രിസംഗികൾ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്ന ഇവിടെ. പലതരത്തിലുള്ള ആളുകളൊക്കെ പുതിയ പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ വരികയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ, അത് നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ തന്നെ വിള്ളലുണ്ടാക്കാതെ അവർക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഗുരുവായൂരാണ് അമ്പലം എന്ന് വെച്ചാൽ വടക്കുനാഥൻ്റെ അമ്പലം തൃശ്ശൂർ. 1918 മിതവാദിയിൽ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചിട്ട് മിതവാദിയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. കാരണം തൃശ്ശൂർ പൂരം എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റളവിലുള്ള പ്രദേശത്തെ മുഴുവൻ ഈഴവ കുടുംബങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകണം ആയിരുന്നു. 1918 മിതവാദിയിൽ വന്ന ലേഖനമാണത്. അവിടെ നിന്ന് മാറിപ്പോകണമായിരുന്നു. ഇതായിരുന്നു ഈ അമ്പല കേന്ദ്രീകൃതമായ സമൂഹം. കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായിരുന്നു ആറാട്ടുപുഴ. ആ പൂരത്തിനൊക്കെ മുൻപേ തന്നെ അവിടെ ആളുകളെ മുഴുവൻ അടിച്ചോടിപ്പിക്കുമായിരുന്നു. അവിടേക്കൊന്ന് ആ പരിസരത്തേക്ക് വന്ന് അപ്പോൾ ഇതിനെതിരായിട്ട് ഗുരുവായൂർ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ പാരമ്പര്യമുള്ള AKGയും കൃഷ്ണപിള്ളയും KK നടത്തിയിട്ടുള്ള ഒരു വലിയ സമരത്തിൻ്റെ ഭൂമികയാണ് അവിടെ. ആ സമരത്തിൻ്റെ ഭൂമികയിലൂടെയാണ് ഈ പറയുന്ന ഇവരൊക്കെ അതിനപ്പുറത്തായിരുന്നു. ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം അന്ന് അപ്പുറത്തായിരുന്നു. എല്ലാ ആളുകളും ഈ പഞ്ചമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് വേണ്ട അയിത്തം മതി എന്ന് പറയുന്ന രൂപത്തിലേക്കൊരു സംഭവം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തൊഴിൽ കേന്ദ്രത്തിൽ പോകുന്നവരൊക്കെ അത് വ്യഭിചാര കേന്ദ്രങ്ങളാണ് തൊഴിൽ കേന്ദ്രങ്ങളെന്ന് പറയുന്ന രൂപത്തിൽ. ഇംഗ്ലീഷ് വേണ്ട അയിത്തം മതി. ഒട്ടാരഴിയും ചെറിയ രാമനേളയെന്ന് പറയുന്ന ഒരാൾ അന്ന് അയിത്തത്തെ മഹത്വൽക്കരിച്ചുകൊണ്ട് കവിത എഴുതിയിരുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ കേരളം. അപ്പോൾ ആ കേരളത്തിൽ നിന്ന് നടന്നിട്ടാണ് നമ്മൾ അഭിനവ കേരളമായി മാറിയത്. പ്രാചീന കേരളമാണ് വേണ്ടതെന്ന് സന്യാസിമാരുടെ യാത്രയിൽ പറയുമ്പോൾ 80കളിൽ ഹിന്ദു ഏകതാ സമ്മേളനം കൊച്ചിയിൽ നടക്കുന്ന സമയത്ത് P. പരമേശ്വരൻ ഒരു പുസ്തകം എഴുതിയിരുന്നു, ഒരു ലെവലിലേക്ക് എഴുതിയിരുന്നു. അതായത് ഭ്രാന്താലയത്തിൽ നിന്ന് തീർത്ഥാലയത്തിലേക്ക്, ഞങ്ങളുടെ കൂടെ കൈപിടിച്ച തീർത്ഥാലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നായിരുന്നു അന്ന് P. പരമേശ്വരൻ്റെ അന്നത്തെ പ്രഖ്യാപനം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരസ്പര ബന്ധിതമായി കണ്ട് കേരളത്തെ വീണ്ടും എന്തായിരുന്നു ആ തരത്തിലേക്ക്. അപ്പോൾ ചില ആളുകളൊക്കെ നിഷ്പക്ഷമായി അങ്ങനെയൊക്കെ നടക്കുമോ, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെടുന്ന ചില മനുഷ്യരുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയവൽക്കരണം, വലതുപക്ഷവൽക്കരണം അതിശക്തമായ രൂപത്തിൽ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ സിനിമയിലൊക്കെ മുൻപ് പറഞ്ഞതുപോലെ ഈ പോളണ്ടിലെ കാര്യം മിണ്ടരുത് എന്ന് പറയുന്ന തമാശ അപ്പോൾ എല്ലാവരും കേട്ട് കൈയടിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്പോൾ അടുപ്പ് പുകയുന്നില്ല. അടുപ്പ് പുകയാത്ത രൂപത്തിൽ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ നമ്മളെ ബാധിക്കുകയാണ്. അങ്ങോട്ട് പോയവർ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഗ്യാസ് കിട്ടാതെ വരുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സാർവദേശീയ തലത്തിലുണ്ടാകുന്ന ഏതൊരു കാര്യവും ലോകത്തെ ഏത് മൂലയിലും ഇത് ബാധിക്കുന്ന ഒരു ഹോർമോസ് കടലിടുക്ക് ഇടിക്കുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ അറ്റത്ത് കിടക്കുന്ന കേരളീയരടക്കമുള്ള മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്നൊരു കാര്യം. അപ്പോൾ ഈ സാർവദേശീയ മൂലധനത്തിൻ്റെ താല്പര്യ സംരക്ഷണം നടത്തുന്നവരാണ് അതിന് മതത്തിൻ്റെ മേലങ്കി, ദൈവത്തിൻ്റെ മേലങ്കിയൊക്കെ ഇവർ അണിയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ ദൈവദത്തമായൊരു പൊളിറ്റിക്സ്, സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ മാറിയിട്ട് എല്ലാം ദൈവവൽക്കരിക്കുക. അങ്ങനെയാണല്ലോ മാർത്താണ്ഡവർമ്മ ഇത് ശ്രീ പത്മനാഭനെ ഏൽപ്പിച്ച് ഞാൻ ഭരണം നടത്തുകയാണെന്ന് പറയുന്ന രൂപത്തിലേക്ക്. ഇതിൻ്റെയൊക്കെ വേറെ പതിപ്പുകളൊക്കെ മുൻപ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ആധുനിക രാഷ്ട്രീയ മീമാംസയിൽ സാമ്രാജ്യത്വം വേറെ ശക്തിയായതോടു കൂടിയിട്ട്
പഴയ പല ചരിത്രം ഉണ്ടെങ്കിൽ അത് പുതിയ തലങ്ങളിലേക്ക് വരികയും അവർക്കിതല്ലാതെ പോകാൻ പറ്റില്ല. പണ്ട് മുഹമ്മദ് ഗോറി ഇന്ത്യനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആദ്യം പശുക്കളെ നടത്തിയിട്ട്, കാരണം ഒരുപാട് ചാരന്മാരെ വിട്ടിട്ട് ഇവിടുത്തെ ഇന്ത്യയുടെ പരിപാടിയൊക്കെ മനസ്സിലാക്കി ആദ്യം പശുക്കളെ മുന്നോട്ട് നടത്തിയിട്ട് പിന്നെ വന്നത്. അപ്പോൾ പശുക്കളെ ആക്രമിക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കയറി ആക്രമിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടത്തുന്നത്. ഇവർ കൃത്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യവും ജനങ്ങളുടെ താല്പര്യമല്ല വരുന്നത്. അങ്ങേയറ്റ അപകടകരമായ രൂപത്തിൽ ഈ പ്രവണതയെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമുണ്ട്.